നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാരും ഈ ഒരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണല്ലോ അല്ലേ? നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വെബിനാറിന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനൊക്കെ നിങ്ങൾ മാക്സിമം റെസ്പോൺസ് തരിക കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷനിലെ ഫീഡ്ബാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ചോദിക്കുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ആര്യ എന്നാണ്. ഞാൻ ഐഫറിലെ MCJ ഫാക്കൽറ്റി ആണ്. അപ്പോ ഇന്ന് മെയിൻലി നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ആണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ് എന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം, അത് December 2024 എക്സാം ആണ് അല്ലെ? അതില് നമ്മൾ ചോദിച്ച ഏരിയാസിനെ യൂണിറ്റ് വൈസ് കാറ്റഗറൈസ് ചെയ്തതാണ്. അപ്പം എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏരിയാസ് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതില് പല ടോപ്പിക്സും നമ്മൾ നോക്കുമ്പോൾ അതെന്താണ്, ഫ്രീക്വന്റ്ലി ആസ്ഡും കൂടിയാണ്. അതായത് മുന്നേയുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1-ലാണെങ്കിലും ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് എത്രത്തോളം ഡീപ്പ് ആയിട്ടാണ് ഓരോ ഏരിയയിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഒരു PYQ ബ്ലൂ പ്രിന്റിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക, അതിലൂടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് മനസ്സിലാക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ജൂൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങൾ പഠിച്ചിട്ട് എവിടെയും എത്തിയില്ലെങ്കിലും ഈ പറയുന്ന ഏരിയാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക്. ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഇത് മാത്രം വെച്ച് പറ്റിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, നമുക്ക് ഏകദേശം നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പേപ്പർ 1-ന്റെ ഇതുപോലുള്ള PYQ ബ്ലൂ പ്രിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പർ 2-നും അത് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണല്ലോ അല്ലെ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ജൂൺ 2025 ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലോ അല്ലെ? അതായത് നമുക്ക് ജൂൺ 21 മുതൽ 30 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ എന്തായാലും നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അല്ലെ ഇൻ ബിറ്റ്വീൻ? യെസ്. അപ്പോ എല്ലാവരും ഓക്കെ, ഈ ഒരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് പഠിച്ചില്ല എങ്കിലും ഈ പറയുന്ന ഏരിയാസ് ഒക്കെ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഏരിയാസ് ആണ്. അതായത് ഇതിലുള്ള ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും MCJന്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സിലബസ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. സിലബസ് എന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മുന്നേ അധികം സിഗ്നിഫിക്കൻസ് കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഔട്ട്സൈഡ് ആയിട്ട് നമ്മളോട് സിലബസിന് അപ്പുറത്തേക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ട് ഏതൊക്കെ ഏരിയാസിന് ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും സോഴ്സ് റെഫർ ചെയ്തിട്ടാണോ ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. അത് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാന്നുള്ളതാണ്, വായിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം. അപ്പൊ പലർക്കും ഉള്ളൊരു കൺസേൺ ആയിരിക്കും, നിങ്ങൾ എല്ലാവരും എത്രാമത്തെ ടൈമാണ് നെറ്റ് എഴുതുന്നതെന്നുള്ളതൊന്ന് പറയോ? ഫസ്റ്റ് ടൈം ആണോ, അത് ഒരുപാട് തവണ എഴുതിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഫസ്റ്റ് ടൈം എഴുതുന്നവരാണോ, അതോ നിങ്ങളുടെ എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ആരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ഒക്കെ അവസ്ഥ എന്താ? മേ ബി നിങ്ങൾക്ക് ഓക്കെ, എല്ലാവരും സെക്കൻഡ് അറ്റംപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം.
അതായത് നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് ഏരിയാസ് നമ്മൾ ടാക്ടിക്കലി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു എക്സാമിന്റെ ട്രെൻഡും അതുപോലെ തന്നെ കൂടി വരുന്ന ഒരു കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്കൊരു ഭീഷണി തന്നെയാണല്ലേ. അതായത് നമ്മളിത് പഠിച്ചെടുക്കുക, നമ്മള് എന്താ പണ്ടൊക്കെ നമുക്ക് JRFന്റെ ഒരു OBCന്റെ ഒക്കെ ഒരു കട്ട് ഓഫ് നോക്കുമ്പോൾ ഒരു 182 റേഞ്ചിലൊക്കെ വന്നിരുന്നതാണ്. ലാസ്റ്റ് ടേമിൽ അത് 204ആയിരുന്നു. അപ്പൊ ഒരു 220 മാർക്ക് തന്നെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു കാറ്റഗറിന്റെയാണ് പറഞ്ഞത്. അതിനനുസരിച്ച് ജനറൽ കാറ്റഗറിന്റെ ഒക്കെ നല്ല രീതിയിൽ കട്ട് ഓഫ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സിലബസ് പഠിക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ ടേമിലെ ക്വസ്റ്റ്യൻ വരുമ്പോഴും എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നത്, അതാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക, പാറ്റേൺ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതായത് സിലബസ് നമുക്കുണ്ട്, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി നിങ്ങളോട് ഇത് നമ്മുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം സിലബസിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഫോക്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ PYQ അനലൈസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് 2 ടേമുകളിലായിട്ട് ഐഫർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം കഴിഞ്ഞ ഉടനെ അല്ല, നമുക്ക് ഏകദേശം എക്സാം ആവുന്ന സമയത്ത്, അടുത്തൊരു എക്സാം ആവുന്ന സമയത്ത് ലാസ്റ്റ് എക്സാമിന്റെ PYQs ബേസ് ചെയ്തിട്ടുള്ള ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇന്നും ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ 2024 നമുക്ക് ഓരോ യൂണിറ്റിലും ചോദിച്ചിട്ടുള്ള ഏരിയാസ് ലിസ്റ്റ് ചെയ്ത് തരാണ്. ഏരിയാസ് ലിസ്റ്റ് ചെയ്ത് തരാ എന്നുള്ളത് മാത്രമല്ല, അത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതും കൂടെ പറഞ്ഞു തരാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഞാൻ PPT ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ എന്നുള്ളൊന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ ആണെന്നൊന്ന് പറയണേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഐഫറിന്റെ കോഴ്സിന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം എന്തുകൊണ്ട് ഐഫർ ധൈര്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് കൊണ്ട് തന്നെയാണ്. 4 വർഷം കൊണ്ട് 323 JRF ഐഫർ ക്വാളിഫൈ ചെയ്ത് കൊടുത്ത, അതായത് ഐഫറിലെ ഡിഫറെന്റ് ആയിട്ടുള്ള 323 സ്റ്റുഡൻസ് 4 വർഷം കൊണ്ട് JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ടേമിൽ മാത്രം 60+ സ്റ്റുഡൻസ് ആണ് നമുക്ക് JRF മാത്രം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഐഫറിന്റെ ചാനലിലും മറ്റുമായിട്ട് ഇവരുമായിട്ടുള്ള പാനൽ ഡിസ്കഷൻസും അതല്ലാതെ ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. കാരണം എന്തിനാണ് ഈ ടെസ്റ്റിമോണിയൽസ് ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ബാക്കി ഇനിയിപ്പോ ക്വാളിഫൈ ചെയ്യാനുള്ള നിങ്ങളെ പോലെയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ എങ്ങനെയാണ് പഠിച്ചത്, ഇപ്പൊ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഇവരുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്, ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു രീതിയിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിമോണിയൽസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള എന്താ പറയാ, നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്, അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പം JRF ട്രാക്ക് ബാച്ച് റണ്ണിങ് ആണ്. അപ്പോ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ എപ്പോഴും പറയുന്നതാണ്. അതായത് എങ്ങനെയാണോ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നത് അതിന്റെ കൂടെ എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഐഫർ എപ്പോഴും ഡിഫറെന്റ് ആവുന്നത്. അതായത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എജൂറിയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വളരെ ഷോർട്ട് വീഡിയോസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 59 സെക്കൻഡ്സ് മാക്സിമം വരുന്ന ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ പേപ്പർ 1 ഒരു ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേപ്പർ 2 നമ്മൾ എജൂറിയൽസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പുതുതായിട്ട് നമ്മുടെ ബാച്ചുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഡിയോ മാത്രം കേൾക്കാൻ പറ്റുന്ന പോഡ്കാസ്റ്റുകളായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുക. എപ്പോഴും സ്റ്റുഡൻസിന്റെ നീഡ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഐഫർ എപ്പോഴും ഈ ഒരു UGC നെറ്റ് കോച്ചിങ്ങിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും 1-to-1 ഡൗട്ട് ക്ലിയറൻസ്, മെന്ററിംഗ് പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താ പറയാ കോഴ്സിന്റെ ഭാഗമായിട്ട് JRF ട്രാക്ക് ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് 5 AM JRF ക്ലബ് എന്ന് പറയുന്നത്. രാവിലെ 5 മണി മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ പേപ്പർ 1 നമുക്ക് അറൌണ്ട് 60 ഡേയ്സ് ഈ പറഞ്ഞിട്ടുള്ള 5 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സാമിന്റെ തലേന്ന് വരെ ഇത് പോകുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഏരിയാസ് തറോ ആവുന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് നമ്മളെ കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ നമ്മുടെ ബ്ലൂ പ്രിന്റിലേക്ക് പോകുന്നത്. ഓക്കെ,
MCJ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സബ്ജക്റ്റിലാണോ ഡൗട്ട് വന്നത്? ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളില് ഇത്തവണ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതില് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം. അപ്പോ ലാസ്റ്റ് എക്സാം എഴുതിയവർ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് പറയാമോ? ലാസ്റ്റ് എക്സാം എഴുതിയിട്ടുള്ളവര്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരുപാട് പത്രങ്ങൾ അല്ലെ, അതായത് കരംവീർ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരുപാട് പത്രങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോർമലി പഠിക്കുന്ന പത്രങ്ങൾ ഉണ്ടല്ലേ, അതായത് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വേൾഡിൽ വരുന്ന ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും, നമ്മൾ നോർമലി പഠിക്കുന്ന പത്രത്തിനപ്പുറത്തേക്ക് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരുപാട് പത്രങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇതിന്റെ ഒക്കെ സോഴ്സ് എവിടെ നിന്നാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് എന്താ പറയാ, കവാസ്ത സമാചാർ, അതുപോലെ തന്നെ വൃത്താന്ത പിദാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള പത്രങ്ങളെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട NTA റെഫർ ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഒരു ടേമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ബുക്കാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന് പറഞ്ഞിട്ട് J. നടരാജൻ എഴുതിയിട്ടുള്ള ആ ഒരു വർക്ക്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 3 പാർട്സ് ആയിട്ടായിരുന്നു. അതില് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെക്കൻഡ് പാർട്ടിലാണ് ഹിസ്റ്ററി ഓഫ് ജേർണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് J. നടരാജൻ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്, അല്ലെങ്കിൽ അതാണ് സെക്കൻഡ് പാർട്ടായിട്ട് സബ്മിറ്റ് ചെയ്തത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അപ്പൻഡൈസിസ്, മെമ്മോറാൻഡ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ 1954 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ പാർട്ട് 2 കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ 1955 J. നടരാജൻ എഴുതിയിട്ടുള്ള വർക്കിൽ നിന്ന് നമ്മളോട് ഇത്തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാർക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ക്ലാസ്സിലുള്ള എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക J. നടരാജന്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന് പറയുന്ന വർക്ക്. അത് വായിക്കാൻ വല്ല സുഖമില്ലെങ്കിലും നമ്മളത് വായിച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട സോഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോ ബ്ലൂ പ്രിന്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം നിങ്ങൾ റെഫർ ചെയ്യുന്ന സോഴ്സുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിളിൽ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച നോട്ട്സ് നോക്കുന്നുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, നമ്മൾ ക്രെഡിബിൾ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, NTA റെഫർ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന ടെക്സ്റ്റുകൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന് പറയുന്ന ഏരിയയിൽ ഈ പറഞ്ഞ ഏത് പത്രമാണെങ്കിലും, എന്താ കവസ്ത സമാചാർ എന്നൊക്കെ പറയുന്ന പത്രങ്ങൾ നമുക്ക് ഫെമിലിയർ ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബുക്ക് നിർബന്ധമായിട്ടും വായിച്ചിരിക്കും. ദെൻ ഹിസ്റ്ററി ഓഫ് ടെലിവിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എപ്പോഴാണ് ഇന്ത്യയിലെ ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇന്ത്യയിലെ ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ ഏതാണ്? നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കൂടെ ഞാൻ മനസ്സിലാക്കണ്ടേ. ഓക്കെ, ഇന്ത്യയിലെ ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് വെരി ഗുഡ് 1959 ആണല്ലേ. അപ്പോ ആ ഒരു ഇയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്ത ഇയർ, സൈറ്റ്, അതുപോലെ തന്നെ പ്രസാർ ഭാരതി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ വളരെ ബേസിക് ആയിട്ട് ടെലിവിഷനെ കുറിച്ച്, ഇന്ത്യൻ ടെലിവിഷനെ കുറിച്ച് പഠിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? മാച്ച് ദ ഫോളോയിങ്ങിൽ ഇയറും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും മാച്ച് ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ തിയോറീസ് ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ തിയോറീസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് തിയോറീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഏതൊക്കെ തിയോറീസ് ആണ്? സ്റ്റാർട്ടിങ് ഫ്രം മാസ് സൊസൈറ്റി തിയോറി, മാജിക് ബുള്ളറ്റ് തിയോറി, ദെൻ ലിമിറ്റഡ് എഫക്ട് പെർസ്പെക്റ്റീവിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ തിയോറീസ് വരുന്നുണ്ട്? നമുക്ക് 2 സ്റ്റെപ്പ് ഫ്ലോ തിയോറി വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയോറി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫെസ്റ്റിംഗറിന്റെ ആണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്, ഫിനോമിനിസ്റ്റിക് തിയോറി ഉണ്ട്.
ഒരുപാട് തിയോറീസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നോളജ് ഗ്യാപ്പ്, പ്രപ്പഗാൻഡ, ഒരുപാട് തിയോറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജോർജ് ഗവർണറുടെ കൾട്ടിവേഷൻ തിയറി, യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി, ഇങ്ങനെ ഒരുപാട് തിയോറീസ് ഉണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ടേമിൽ ഫോക്കസ് ചെയ്ത തിയോറീസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി, അതിന്റെ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോമിനേറ്റീവ് തിയറീസിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിയറി, അതിന്റെ പ്രപ്പണന്റ്, അതിന്റെ ഇയർ, ഇത് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് വളരെ ഡീപ്പായിട്ട് ആ തിയറിയുടെ ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. കാരണം ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയുടെ ഫീച്ചേഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി അറിഞ്ഞിരിക്കണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ ഈ പറഞ്ഞ പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി, അതുപോലെ തന്നെ സാധാരണീകരൺ മോഡൽ, നമ്മുടെ ഇന്ത്യൻ മോഡലിലേക്ക് വരുന്ന സമയത്ത് സാധാരണീകരൺ മോഡൽ ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യനും ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ നിന്ന് തിയറീസ് വളരെ ഡീപ്പായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ആസ് യൂഷ്വൽ ഒരുപാട് ടേമിൽ ചോദിക്കുന്നതാണ് ന്യൂസ് പേപ്പേഴ്സും അതിന്റെ ഇയേഴ്സും. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂസ് പേപ്പർ അതിന്റെ ഇയർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? ഇയർ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക, എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്ത് നോക്കുക, അത് വീണ്ടും നമ്മൾ എന്താണ് ശരിയാക്കാൻ നോക്കുക എന്നുള്ള രീതിയിലൊക്കെ അതൊന്ന് മെമ്മറിയിൽ റിട്ടൈൻ ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങളും എടുക്കുക എന്നുള്ളതാണ്. ദെൻ ഇവിടെ നിങ്ങൾ കണ്ടു ക്രോണോളജി ഓഫ് ബുക്ക് പബ്ലിക്കേഷൻ എന്നുള്ളത്. ഈ ഒരു ക്രോണോളജിന്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ ഈ ക്രോണോളജി നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തിയറീസും അതിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സ് ആണ് നമ്മളോട് ആ ഒരു ക്രോണോളജിയിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് തിയറീസ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഹൈപ്പഡമിക് നീഡിൽ തിയറിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അജണ്ട സെറ്റിംഗ് തിയറിയിൽ നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ വരുന്നുണ്ട്. ഫിനോമിനിസ്റ്റിക് തിയറി, നമ്മുടെ ആരാണ് ഫിനോമിനിസ്റ്റിക് തിയറി? ക്ലാപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? എഫക്ട്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വർക്കിലാണ്. അപ്പൊ ഇത്തരത്തില് തിയറീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കലി പഠിക്കുന്ന വർക്കുകളുടെ ഒരു ക്രോണോളജിയാണ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തിയറീനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരാൾക്ക് വളരെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആ ബുക്കിന്റെ പബ്ലിക്കേഷൻ നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാം. ഇനിയും മനസ്സിലാക്കാം, പബ്ലിക് ഒപ്പീനിയൻ, പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ എന്നൊക്കെ പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിന്റെ ഇയേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ ആരുടെ വർക്ക് ആയിരുന്നു? പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ എന്ന് പറയുമ്പോൾ ആരുടെ വർക്കാണ്? ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസിൽ നമ്മൾ നിർബന്ധമായും പഠിക്കുന്ന കാര്യങ്ങളാണ്. 1927 ആരെഴുതിയ വർക്കാണ് പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ എന്ന് പറയുന്നത്? ഓക്കെ, ഹരോൾഡ് ലാസ്വെലിന്റെ വർക്കാണ്. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് വോൾട്ടർ ലിപ്മാന്റെ വർക്കാണ്. രണ്ടും നിർബന്ധമായും പഠിച്ചിരിക്കുക. നെറ്റ് എക്സാമിന് മാത്രമല്ല, സെറ്റ് പോലുള്ള എക്സാംസിനും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ദെൻ വേൾഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈംസ് അതിന്റെ ഫൗണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദെൻ പ്രസ് കമ്മീഷൻ, അതുപോലെ തന്നെ പ്രസ് കൗൺസിൽ, ഇതുമായി ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിലൊരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പ്രസ് കമ്മീഷനും പ്രസ് കൗൺസിലും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ പഠിക്കുന്നു, അതുപോലെ തന്നെ സെക്കൻഡ് പ്രസ് കമ്മീഷൻ പഠിക്കുന്നു. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്? അതില് ഒന്നാമത്തേത്, ഇതിന്റെ ഒക്കെ ഒരു പേർപ്പസ് എന്തായിരുന്നു? ദെൻ എന്താണ് ഇതിന് മെമ്പേഴ്സ് ഉണ്ട്, ചെയർമാൻ ഉണ്ട്, ചെയർമാനെ നിർബന്ധമായിട്ടും പഠിക്കുക. ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻ ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കൂല്ലേ? എല്ലാരും ആൻസർ ചെയ്യാ. ആൻസർ ഇല്ല. ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്, യെസ്, വെരി ഗുഡ്, ജസ്റ്റിസ് GS രാജാധ്യക്ഷയാണ് അല്ലെ. അതുപോലെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യന്റെ ചെയർമാൻ ആരായിരുന്നു?
അതിന്റെ ഒരു ക്രൊണോളജി ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ പ്രസ് കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. എന്തായിരുന്നു ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്? ചെയർമാൻ ആരായിരുന്നു? മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? ചെയർമാനും 10 മെമ്പേഴ്സും ഫസ്റ്റ് പ്രസ് കമ്മീഷനിൽ വരുന്നുണ്ട്. സെയിം വിത്ത് ദ സെക്കൻഡ് പ്രസ് കമ്മീഷൻ. ദെൻ ഇതിന്റെ റെക്കമെൻഡേഷൻസ് എന്താണ്? എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത്? എന്താണ് റെക്കമെൻഡേഷൻസ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രസ് കമ്മീഷനും അതുപോലെ തന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു അരമണിക്കൂറിന്റെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന സംഗതിയേ ഉള്ളൂ. പക്ഷെ ഇത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രസ് കമ്മീഷൻ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇത്തവണയും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ, റേഡിയോയില് അതൊരു സോറി കേട്ടോ, റേഡിയോന്റെ കേസിൽ ഇത്തവണ നമ്മളോട് എന്താണ് ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം റേഡിയോ എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റേഡിയോയിലാണ്. ഇന്ത്യൻ ടെലിവിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ്. അതുപോലെ തന്നെ റേഡിയോയിലും നമ്മൾ ഇന്ത്യൻ റേഡിയോന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി കാലഘട്ടം അനുസരിച്ചല്ലേ, 1920s എന്തൊക്കെയാണ്, 30s എന്തൊക്കെയാണ്, 50s ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വിവിധ് ഭാരതി പോലുള്ള സംഗതികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ മോഡൽസിൽ നമ്മളോട് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷൻ തിയറീസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മോഡൽസും. അതിൽ മോഡൽസിൽ ഇത്തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജാക്കോബ്സൺസ് മോഡലാണ്. ജാക്കോബ്സൺ മോഡലില് വരുന്ന 6 ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 ഫങ്ഷൻസിൽ കോണറ്റീവ് ഫങ്ഷൻ എന്താണ് എന്നുള്ളതായിരുന്നു. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഫങ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? അരിസ്റ്റോട്ടൽ മോഡലും ലാസ്വെൽ മോഡലും അതുപോലെ തന്നെ ഷാനൺ ആൻഡ് വീവർ ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ ഇനി ജാക്കോബ്സൺ മോഡലും കൂടെ ആഡ് ചെയ്യണം. ഇതാണ് നമുക്ക് ഈ ഒരു PYQ അനലൈസ് ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? ലാസ്വെല്ലും ഷാനൺ ആൻഡ് വീവർ ഒക്കെ പഠിക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്തും കൂടെ പഠിക്കണം? നമ്മുടെ ജാക്കോബ്സന്റെ മോഡലും കൂടെ പഠിക്കണം. എന്താണ് ആ മോഡൽ പറയുന്നത്? 6 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതിൽ പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ മോഡൽ ആയിട്ടുള്ള ജാക്കോബ്സൺ മോഡൽ പഠിക്കുക. ദെൻ പ്രിന്റിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറഞ്ഞിട്ടുള്ളതിൽ കൺവെൻഷണൽ പ്രിന്റിംഗ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് എഴുതും. നമുക്കൊരു 5 6 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൺവെൻഷണൽ പ്രിന്റിംഗ് പ്രോസസ്സ് നമ്മൾ ചൂസ് ചെയ്ത് എഴുതുക. അപ്പോൾ കൺവെൻഷണൽ പ്രിന്റിംഗ് പ്രോസസ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റിംഗിന്റെ ചരിത്രം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. പ്രിന്റിംഗിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3D പ്രിന്റിംഗ് പോലുള്ള സ്റ്റേജുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വുഡൻ ബ്ലോക്ക് പ്രിന്റിംഗ് ആണ്. വുഡൻ ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതിന്റെ പ്രോസസ്സ്? അത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ വേണം. അപ്പൊ പ്രിന്റിംഗ് പ്രോസസ്സിൽ കൺവെൻഷണൽ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് എഴുതണമെങ്കിൽ ഏതൊക്കെയാണ് കൺവെൻഷണൽ, ഏതൊക്കെയാണ് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഇപ്പൊ ലേസർ എന്ന് പറയുമ്പോൾ, സൗണ്ട് എന്ന് പറയുമ്പോൾ, 3D, ഇതൊക്കെ ഏത് തരം പ്രിന്റിംഗ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ പഠിച്ചു പോയിട്ട് ഇതൊന്നും ചോദിച്ചില്ലെങ്കിലോ എന്നുള്ളത്. ചോദിക്കാതിരിക്കാം. പക്ഷേ ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം തന്നെയാണ്. അതിൽ തന്നെ ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇന്ത്യൻ ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ടെലിവിഷൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റേഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യണം. മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആൻഡ് മോഡൽസ്, പ്രസ് കമ്മീഷൻസ് ആൻഡ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ്, നമ്മളൊന്നും കൂടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രിന്റിംഗ് പ്രസിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂള്. ഫസ്റ്റ് മോഡ്യൂൾ അപ്പൊ ഈ ഒരു 10 ഏരിയാസിലായിട്ട് 10 ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ. ഇതിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചു, ടെലിവിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസിൽ നിന്ന് നമുക്ക് 3 ക്വസ്റ്റ്യൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാധാരണീകരൺ മോഡൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്? യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി ചോദിച്ചു. അപ്പൊ ഈ ഏരിയാസ് ഒക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി, മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിക്കേണ്ടി വരും. അപ്പൊ ഈ ഏരിയാസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്? ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണോ? ഓക്കെ.
നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കുന്ന സമയത്ത് മൊഡ്യൂള് ഭയങ്കര പരന്നു കിടക്കുന്ന ഒരു മൊഡ്യൂൾ ആണെങ്കിലും ഇത്തവണ നമ്മളോട് ആകെ ചോദിച്ചൊരു ചോദ്യം സോഷ്യൽ റിഫോമേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. അതും അവർക്ക് മടുക്കാത്തൊരു പത്രമാണെന്ന് തോന്നുന്നു. നമ്മളുടെ രാജാറാം മോഹൻ റോയുടെ 1822 വന്നിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പർ ഏതാണത്? അത് നിങ്ങൾക്ക് അറിയാന്നുള്ള നിർബന്ധമാണ് കേട്ടോ. കാരണം ഓരോ പ്രാവശ്യവും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതറിയില്ലെങ്കിലും മോശമാണ്. 1822 രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രം ഏതാണ്? ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്, റിപ്പീറ്റഡ്ലി. അതാണ് വേറൊരു കാര്യം, ഒരു തവണ അല്ല. യെസ്, വെരി ഗുഡ്. മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന പത്രം. അപ്പൊ മിറാത്തുൽ അക്ബറിന്റെ ലാംഗ്വേജ് ഏതാണ്? ഇത് വെറുതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് ഇത് മാത്രമൊന്നല്ല പഠിക്കാനുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള പാരഡൈംസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ പേപ്പർ 1 പഠിക്കുന്നത് പോലെ തന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചൊക്കെ. പക്ഷെ കുറച്ച് ടേമിലായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ റിഫോമേഴ്സിനാണ്. പക്ഷെ അതിൽ നിന്നൊരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ച ടേം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടേമിൽ ഒരൊറ്റ രാജാറാം മോഹൻ റോയുടെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന പത്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യൽ റിഫോമേഴ്സ്, അതുപോലെ തന്നെ പാരഡൈംസ് ആണ്. പാരഡൈംസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ്. ആൻഡ് ഇതില് ഇൻവേർട്ടഡ് പിരമിഡ് ന്യൂസ് സ്റ്റോറിന്റെ ഫോർമാറ്റ് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ടേമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ആൻഡ് എന്തിന് PYQs അനലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ പറയാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് ന്യൂസ് സ്റ്റോറി, അതിന്റെ സീക്വൻസ് അതേ ക്വസ്റ്റ്യൻ നമുക്ക് ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. അതായത് അടുത്തടുത്ത 2 ടേമുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിനെ സീക്വൻസ് ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കാം, മിറാത്തുൽ അക്ബർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈല് സെയിം ക്വസ്റ്റ്യൻ ആണ്. മുന്നേ നമുക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വരാജ് സീരിയലിനെ കുറിച്ച്. സ്വരാജ് സീരിയൽ എപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു. അടുത്ത ടേമിൽ ചോദിച്ചു സ്വരാജ് സീരിയലിന് എത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ലാസ്റ്റ് ടേമിലെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത ഒരാള് സ്വരാജ് സീരിയലിനെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യം കിട്ടുക ഇതൊരു 75 എപ്പിസോഡ് ഉള്ള ഒരു സീരിയലാണ്. എന്താ പറയാ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നത് മുതലുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്, അല്ലെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ നമുക്ക് അതിന്റെ തീം അടക്കം കിട്ടും. അപ്പൊ ഓരോ ടേമിലും ക്വസ്റ്റ്യൻസ് നോക്കുക. ഇപ്പോ ഈ ഒരു ടേമിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കിട്ടിയേക്കൂട്ടോ. നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ട് അങ്ങനെയൊക്കെ വരുമോ എന്നുള്ളത്. വരും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് പ്രൂഫ് ഉണ്ട്. നിങ്ങൾ തന്നെ അടുത്തടുത്ത 2 ടേമിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ന്യൂസ് സ്റ്റോറിന്റെ ക്വസ്റ്റ്യൻ അപ്പുറം ഇപ്പുറം വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ യാതൊരു ഡിഫറൻസും ഇല്ല, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ, ഇതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാം അതുപോലെ ചോദിക്കണം എന്നില്ല. ചെറിയൊരു പെർസെന്റേജ് 1-2% ഒക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമാണ് ഇത്തവണ ചോദിച്ചത്. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത്. ഇത് ഈ ടേമിലെ ബ്ലൂ പ്രിന്റ് മാത്രം ആയതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്കിപ്പം ന്യൂസ് പേപ്പേഴ്സ് ഇയേഴ്സ്, അത് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങളുടെ ഇയേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്യണേ. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നുള്ളത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇയേഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിലും വരുന്നതാണ്. പിന്നെ നമുക്ക് എന്താണുള്ളത്, എക്സാം ടഫ് ഒന്നും ആയിരിക്കില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അടുത്തത് കേട്ടോന്ന് അറിയില്ല. അതായത് കട്ട് ഓഫിൽ അവരൊന്ന് പിടിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. JRFന്റെ ഒക്കെ കട്ട് ഓഫിൽ നല്ല രീതിയിൽ ടൈറ്റ് ആക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 220 ടാർഗറ്റ് പഠിക്കുന്ന ഒരു OBC കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റിനാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർക്ക് വരുന്ന സമയത്ത് എനിക്ക് JRF കിട്ടുന്ന ഒരു ഹോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ 182 ഒരു സഡൻ ഷിഫ്റ്റ് 200ലേക്കാണ് പോയത്. ആ 200 ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമിൽ നമ്മൾ കട്ട് ഓഫ് കുറയുന്നു വിചാരിച്ചപ്പോ 204ലേക്കാണ് പോയത്. അപ്പം എക്സാം ടഫ് ഒന്നും ആയിരിക്കില്ല. നമുക്ക് ഏകദേശം എല്ലാവർക്കും ഒരു കോമൺ മാർക്ക്, ഐഫറിലുള്ള മിക്ക സ്റ്റുഡൻസിന് ഒരു 180 എന്നുള്ള രീതിയിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ JRFന്റെ ഒരു കട്ട് ഓഫ് എത്തുന്നത് എന്താണ്, നമുക്ക് കുറച്ചുകൂടെ ഒരു കോമ്പറ്റീഷൻ കൂടി വരികയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസിയാണ്.
നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ മനസ്സിലായി ഇതിൽ ഏതാ നമ്മളെ സിലബസിൽ ഇല്ലാത്തതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഈസിലി പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ആ ഒരു എക്സാം ഹാളിലുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടേമിലും ഈ ടേമിലും ചോദിച്ചിട്ടും നമ്മൾ തെറ്റിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കൂളായിട്ട് എക്സാമിന് പോവാന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുത്തടുത്ത രണ്ട് ടേമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതൊന്നും കുഴപ്പമില്ല. അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. ടഫ് എന്താ പറയാ, അത് ഓരോ ടേമിനെ അപേക്ഷിച്ചിരിക്കും. നമുക്ക് അങ്ങനെ കറക്റ്റ് എന്തായിരിക്കും എന്നുള്ളതേ. എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും ടെൻഷൻ ആവണ്ട. ക്വസ്റ്റ്യൻസ് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ വേറൊരു സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും പറഞ്ഞു. മിനിറ്റ്. യെസ്, കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവൻ ക്വസ്റ്റ്യൻസ്. അതാണ് വേറൊരു ഇത്. കൺസെപ്റ്റുകൾ ഓക്കെ, സ്വാഭാവികമാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻസ് പോലും എന്താ പറയാ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ, പക്ഷെ അതിനപ്പുറത്തേക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഡൽഹി പോലീസിന്റെ മോട്ടോ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്കത് ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ സിലബസിൽ അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പൊ എന്തായാലും നോക്കും. കാരണം ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കൺസെപ്റ്റുകളും നമ്മൾ നോക്കും. നമ്മൾ PYQ ബേസ്ഡ് ആയിട്ടുള്ള JRF ക്ലബ് സെഷൻസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസിനെ കീറി മുറിച്ച് നോക്കും. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യില്ല എന്നുള്ളതാണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ വരാത്തിടത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏരിയ ആണെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കാം. ഓക്കെ, സ്ക്രീന് കാണാലോ അല്ലെ? അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ തന്നെയല്ലേ സ്ക്രീന് കാണുന്നത്? ഇത് കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു. യെസ്, നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പെട്ടെന്ന് നോക്കിയേ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കാരണം നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് ന്യൂസ് സ്റ്റോറിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാല്ലേ ഇതിൽ ഏതാ ഫസ്റ്റ് വരിക? ഹെഡ്ലൈൻ ആണ് ഫസ്റ്റ് വരിക എന്നുള്ള എല്ലാവർക്കും അറിയാം. യെസ്, ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ? അതായത് യെസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് ഇത് 2020 യെസ് ലേറ്റസ്റ്റ് ആണ്. 2024 ഡിസംബറിൽ ചോദിച്ചാണ്. ആൻസർ ചെയ്യാണെന്നുള്ള നമുക്കൊക്കെ അറിയാം. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് 2024 ജൂണിൽ ചോദിച്ചാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് ന്യൂസ് സ്റ്റോറി ഫോർമാറ്റീസ്. എന്താണ് ഡിഫറൻസ്? ഹെഡ്ലൈൻ ഉണ്ട്, ഫസ്റ്റ് സമ്മറി ലീഡ്, സെക്കൻഡ് ലീഡ് പറയുന്നുണ്ട്, എക്സ്പാൻഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലീഡ് ഇലാബറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റുകൾ മാത്രമല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം PYQs നോക്കുക, അനലൈസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. അപ്പം കൃത്യമായിട്ട് ഈ പറഞ്ഞ അനാലിസിസ് നമുക്ക് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ PYQs ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെബിനാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ എഡിറ്റിംഗിൽ പറഞ്ഞു, ന്യൂസ് പേപ്പേഴ്സ് അതിന്റെ ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ന്യൂസ് പേപ്പേഴ്സ് അതിന്റെ ടാഗ് ലൈൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടെർമിനോളജീസ് വരുന്നുണ്ട്. ചില സമയത്ത് എംബാഗോ പോലുള്ള ടേംസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ടേമിൽ കണ്ടതുപോലെ തന്നെ എന്താണ് ന്യൂസ് സ്റ്റൈലിംഗ് ഫോർമാറ്റ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ദെൻ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 4th മൊഡ്യൂളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അഡ്വർടൈസിംഗ് തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഐഡാസ് മോഡലിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒരു സെൻസിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ജനറൽ ആണല്ലേ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത്.
നമുക്ക് ബേസിക് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. Then we have advertising terminologies like എന്താണ് ജിംഗിൾ, മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജിംഗിൾ എന്താണ്, ഇൻസേർട്ട് എന്താണെന്ന് പോലുള്ള ക്വസ്റ്റ്യൻസ്. എന്താണ് അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്. തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്, ടെർമിനോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് റിസർച്ചുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ നമുക്ക് അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊന്നും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ തിയോറീസിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് ടെർമിനോളജീസ് എന്നാണ് 4ാമത്തെ മൊഡ്യൂൾ നമുക്ക് ചോദ്യം ചോദിച്ചത്. ആൻഡ് ഇതിന്റെ ഫൈനലി നമുക്കൊരു മൊഡ്യൂൾ വൈസ് ഉള്ള ഒരു അനാലിസിസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ടാവും ഏത് മൊഡ്യൂളിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നൊക്കെ നമുക്ക് നോക്കാം. ദെൻ പബ്ലിക് റിലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പബ്ലിക് റിലേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് മോസ്റ്റ്ലി ഇത് റിലേറ്റഡ് ആണ് അല്ലെ. ഫൗണ്ടിങ് ഇയേഴ്സ് ഓഫ് PR റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും കോൺഫറൻസസും ഒക്കെ കാണാൻ പറ്റും. അതായത് PR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഫറൻസസ്. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എത്രത്തോളം PR ഓർഗനൈസേഷൻസിനും ഇയേഴ്സിനെയും നമുക്കറിയാം. അതിൽ തന്നെ ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇന്ത്യയിൽ വരുന്ന കോൺഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ PR ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു കോൺഫറൻസ് ഉണ്ടാവുന്നത്, അതിന്റെ ഇയറും ഡേറ്റും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, PR റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സും നമ്മൾ പഠിച്ചിരിക്കുക. PR റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കും, അത് നമ്മൾ കീപ്പ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ PR ഈ പറഞ്ഞത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. PR മോഡൽസ് ചോദിക്കാറുണ്ട്. ഇത് ലാസ്റ്റ് ടേം ആണ്, ഇതിനു മുന്നേ PR മോഡൽസ് ചോദിച്ചിട്ടുണ്ട്. PR റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതിന്റെ ക്രോണോളജി, ദെൻ PR റിലേറ്റഡ് ബുക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ മീഡിയ ലോസ് ആൻഡ് എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് ഇത്തവണ നമ്മളോട് ആക്ടുകളാണ് ചോദിച്ചത്. മുന്നേ നമ്മൾ എന്തായാലും ചോദിക്കുന്ന പറയുന്ന ഒരു ഭാഗമായിരുന്നു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, അതിന്റെ ഇയേഴ്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ വരുന്നൊരു നിർബന്ധമായിട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു ഒന്നെങ്കിൽ ക്രോണോളജി, അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്. അതായത് നമുക്ക് ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ടല്ലേ. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട്, അതുപോലെ തന്നെ മെറ്റ്കോഫ് ആക്ട്, പണ്ടത്തെ ആക്ടുകൾ പറയുകയാണെങ്കിൽ മെറ്റ്കോഫ് ആക്ട് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആക്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്താ പറയാ, IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, ഇതിന്റെ ഒക്കെ ഇയേഴ്സ് ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ അല്ലെങ്കിൽ ക്രോണോളജിക്കലി ചോദിക്കാന്നുള്ളത് നിർബന്ധമായിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, എന്തായാലും ഈ മൊഡ്യൂളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ടേമിൽ ആ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ബട്ട് ഇത്തവണ അത് അവർ ചോദിച്ചിട്ടില്ല. പകരം നമ്മൾ പ്രസ് ലോ ഫ്രം ദ ബിഗിനിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാല്ലേ, ഇന്ത്യയിൽ ആദ്യത്തെ പ്രിന്റ് ചെയ്യുന്ന പത്രം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പ്രസ് ലോ എക്സിസ്റ്റ് ചെയ്തിരുന്നു. കാരണം വില്യം ബോൾട്ട് വരുന്ന സമയത്ത് വില്യം ബോൾട്ട് ആ ഒരു പത്രം പ്രിന്റ് ചെയ്യണമെന്നുള്ള ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട് കടത്തിയിട്ടുണ്ട്. അതൊരു കൈൻഡ് ഓഫ് പ്രസ് റെഗുലേഷൻ ആണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ആരെന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിറ്റി, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രം കൊണ്ടുവന്ന സമയത്ത്, ബംഗാൾ ഗസറ്റ് കൊണ്ടുവന്ന സമയത്ത് അതിനും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നമ്മളുടെ ലേഡി ഹേസ്റ്റിങ്സിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ജയിലിൽ പോവേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1835 മെറ്റ്കോഫ് ആക്ട് വരുന്നുണ്ട്, 1799 ലോർഡ് വെല്ലസ് ആക്ട് വരുന്നുണ്ട്. അപ്പൊ പ്രസ് റെഗുലേഷന്റെ ഒരു ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് നമുക്കൊരു ടാസ്ക് ആയിരുന്നു അല്ലെ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു വർക്ക് ഉണ്ടല്ലോ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന് പറയുന്ന വർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. അതായത് ഈ ഏരിയ, ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് ചോദിച്ചത്. വെല്ലസ്ലി ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് റിക്വയർഡ് ന്യൂസ് പേപ്പർ ടു ക്യാരി ഇൻ പ്രിന്റ് നെയിം ഓഫ് ദ പ്രിന്റർ, എഡിറ്റർ ആൻഡ് പ്രൊപ്രൈറ്റർ. ഇത് നമ്മൾ എന്തായാലും പഠിക്കുന്നതാണ്. വെല്ലസ്ലി ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പ്രിന്ററിന്റെയും എഡിറ്ററിന്റെയും പ്രൊപ്രൈറ്ററിന്റെ ഒക്കെ നെയിം പ്രിന്റ് ചെയ്യണമായിരുന്നു എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കുക, പബ്ലിക്കേഷൻ ഓൺ സൺഡേ വാസ് പ്രൊഹിബിറ്റഡ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണേ. ആൻഡ് ബ്രീച്ച് ഓഫ് ദീസ് റൂൾസ് വാസ് ഇമ്മീഡിയറ്റ് ഡിപ്പോർട്ടേഷൻ. അല്ലെ, ഡിപ്പോർട്ടേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇംപ്രിന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക്
നല്ല ധാരണയുണ്ട്. പക്ഷെ പബ്ലിക്കേഷൻ ഓൺ സൺഡേ വാസ് പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്ന ആ പോയിന്റ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഈ 3 പോയിന്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതായത് വെല്ലസ്ലിഡ് ആക്ട് വരുന്നത്. അപ്പം എത്രത്തോളമാണ് ഈ ഒരു ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചു തന്നത്. ദെൻ അടുത്തത് നോക്കുക. യെസ്, അതാണ് മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞത്. നമ്മളെ പ്രസ് ലെജിസ്ലേഷന്റെ ഒരു ഹിസ്റ്ററിയാണ്. പ്രസ് റെഗുലേഷൻ ആക്ട് ഓഫ് മെറ്റ്കോഫ്, ഞാൻ പറഞ്ഞു മെറ്റ്കോഫിന്റെ ആക്ട് 1835 വരുന്നത്, വെല്ലസ്ലിന്റെ 1799 അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ 3 പോയിന്റ്സ്? നമ്മൾ എഡിറ്റേഴ്സിന്റെ പ്രൊപ്രൈറ്റേഴ്സിന്റെ പേര് പ്രിന്റ് ചെയ്യുക, അതുപോലെ തന്നെ സൺഡേസിൽ പബ്ലിക്കേഷൻ എന്താ പറയാ പബ്ലിക്കേഷൻ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, ഇതിന്റെ വയലേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡിപ്പോർട്ടേഷൻ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അതും നമ്മളോട് മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് ആ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ദെൻ നമ്മള് 7th മൊഡ്യൂളിലേക്ക് വരുന്ന 6th മൊഡ്യൂൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 7th മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് മീഡിയ മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്ന് ഫോട്ടോഗ്രാഫിന്റെ ഒരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ട്, ഷട്ടർ സ്പീഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ബേസിക്സ് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ദെൻ ഇത്തവണ നമ്മൾ ലേ ഔട്ട് ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെരിഫ് സാൻസ് സെരിഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു അല്ലെ, ടൈപ്പ് ഓഫ് ഫോൺസ് എന്നുള്ള രീതിയിൽ. ദെൻ ക്യാമറയുടെ ഒക്കെ എവല്യൂഷൻ അല്ലെ, ഏതാണ് ഫസ്റ്റ് വരുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എവല്യൂഷൻ അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ ന്യൂ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെയും നമുക്ക് ICT-യിലൊക്കെ പറയാൻ പറ്റുന്നതാണ്. ന്യൂ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും എപ്പോഴും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് ഇനിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളോട് ഈ ഒരു ഭാഗത്ത് നിന്ന് മീഡിയ ഓണർഷിപ്പുമായിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പുതുതായിട്ട് ഏരിയാസ് കയറി വന്നത് ക്യാമറയുടെ ഒരു എവല്യൂഷൻ പഠിക്കാന്നുള്ളത്, ദെൻ ടൈപ്പ് ഓഫ് ഫോണ്ട്, ന്യൂ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ലാസ്റ്റ് ചോദിക്കുക കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് വിചാരിക്കേണ്ട, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്ത് തരും, ഡൗട്ട് ചോദിക്കാനുള്ള ചാൻസ് തരും കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും, എന്തൊക്കെയാണ് ഇത്തവണ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചെന്നുള്ളത്. അപ്പൊ ഫോട്ടോഗ്രാഫി നിർബന്ധമായിട്ടും പഠിക്കുക, അതിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ലേഔട്ടുമായി ബന്ധപ്പെട്ടിട്ടും എങ്ങനെയാണ് ഓരോ മീഡിയയിൽ പ്രൊഡക്ഷൻ വരുന്നത് എന്നുള്ളതിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. ക്യാമറ അതിന്റെ റെവല്യൂഷൻ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ICT ആൻഡ് മീഡിയ വരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതിന്റെ ക്രോണോളജി എന്നുള്ളതിനപ്പുറത്തേക്ക് സൈബർ സ്പേസ് വർക്കിനെ കുറിച്ച് ചോദിച്ചു. ദെൻ ലാർജ് ലാംഗ്വേജ് മോഡൽസ്, നമുക്കറിയാം ഇപ്പോ നമ്മുടെ ChatGPT ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലേ ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അപ്പൊ നമ്മൾ എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ളത് അറിയണം. ദെൻ സൈബർ സ്പേസ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിന് മുന്നേയും ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്താണ് ടേം വരുന്നത്, ആ ടേം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അടുത്തൊരു എക്സാമിൽ 2 മാർക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സൈബർ സ്പേസ് വർക്കിനെ കുറിച്ചാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, ഇത് നമ്മൾ പേപ്പർ 1 പഠിക്കുന്നുണ്ടാവും. ദെൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതെപ്പോഴും ചോദിക്കുന്നതാണ്. നമുക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ്, ഇതൊക്കെ ഏത് ഇയേഴ്സിലാണെന്നുള്ളത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മുടെ JPEG അല്ലെ JPEG എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ എക്സ്പാൻഷൻ എന്താണ് എക്സ്പാൻഷൻ? JPEG എന്ന് പറയുന്നത് അല്ലെങ്കിൽ JPEG എന്ന് പറയുന്നത് എന്താ? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. ICT-യിൽ ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമേജ് എക്സ്റ്റൻഷൻ ആണല്ലേ, നമ്മൾ ഇമേജസിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആണ് JPEG അല്ലെങ്കിൽ JPEG എന്ന് പറയുന്നത്. ജോയിന്റ് ഫോട്ടോഗ്രാഫിക് ആൻസർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് ആണ് JPEG എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കുറച്ചുകൂടെ ജനറൽ ആണ്, നമുക്ക് വളരെ ഡീപ്പായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പം ഈ ഭാഗത്ത് എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICT ടെർമിനോളജീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഇൻ ദ സെൻസ് നമ്മൾ അഡ്വാൻസ്മെന്റ്സ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ എപ്പോഴാണ് ChatGPT വന്നിട്ടുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എപ്പോഴാണ് എന്താ പറയാ നമ്മുടെ ഈ ട്വിറ്റർ X ആയി മാറിയിട്ടുള്ളത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ
നമ്മൾ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ടെർമിനോളജീസിലും ഒന്ന് ഫോക്കസ് ചെയ്യുക. അതാണ് ICT മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കില്ലേ? സ്ക്രിപ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിച്ചു. മോർ ദൻ 5 ക്വസ്റ്റ്യൻസ്. അതില് അരിസ്റ്റോട്ടലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബിഗിനിങ് മിഡിൽ എൻഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ മിഡ് പോയിന്റ് എന്താണ്, സ്ക്രിപ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിംഗിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇനി സ്ക്രിപ്റ്റിംഗ് ചോദിക്കൂലേ എന്നുള്ളതായിരിക്കും. എന്ത് വന്നാലും 1-2 ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കും, അത് ഉറപ്പാണ്. 5 ചോദിച്ചില്ലെങ്കിലും സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ഫോക്കസ് കൊടുത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ എന്തായാലും അവിടെ ചോദിക്കും, ഉറപ്പാണ്. ദെൻ നിങ്ങൾക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഡയറക്ടേഴ്സ്, അവരുടെ മൂവീസും അതിന്റെ കൺട്രീസും, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗിലാണെങ്കിൽ മാസ്റ്റർ സീന് പോലുള്ള കാര്യങ്ങൾ. എന്താണ് മാസ്റ്റർ സീൻ? അപ്പം നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിലിം പ്രൊഡക്ഷൻ അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ഏരിയ കുറച്ചുകൂടി ഈസി ആയിരിക്കും. മാസ്റ്റർ സീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരൊറ്റ ഷോട്ട്, അത് ഈ പറഞ്ഞിട്ടുള്ള മാസ്റ്റർ സീൻ ആണ്. ദെൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇൻഡെപ്ത് ആയിട്ടൊരു നോളജ് ഇല്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതറിയാത്തിടത്തോളം അത് ടാസ്ക് ആണ്. അതുപോലെ തന്നെ ജാപ്പനീസ് ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫിലിംസിന്റെ ക്രോണോളജി. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക, എത്രത്തോളം ഫിലിംസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡയറക്ടേഴ്സിനെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളതായിരിക്കും. പഠിക്കാന്നുള്ളതാണ്. ഇപ്പോ രാജ്ഗോപാൽ വർമ്മന്റെ ഫിലിംസ് ചോദിച്ച സമയത്ത് നമ്മൾ ആരാണ് രാജ്ഗോപാൽ വർമ്മ, അദ്ദേഹത്തിന്റെ സിനിമകൾ എന്തൊക്കെയാണ്. ഇനി ലാസ്റ്റ് ടേമിൽ ഏത് ഡയറക്ടറിനെയാണ് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ സിനിമകൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ക്രോണോളജി നോക്കുക, ആൽഫ്രഡ് ഹിച്ച്കോക്ക് പോലുള്ള ആൾക്കാരുടെ മൂവീസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ഒക്കെ മൂവീസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഫോക്കസ് ഇത്തവണ കൊടുത്തൊരു മൊഡ്യൂളാണ് ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേപ്പർ 1 പറയാൻ പറ്റും എല്ലാത്തിനും 5-5 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ട് 50 ക്വസ്റ്റ്യൻസ് ആവും. പേപ്പർ 2 ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. PR ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിക്കാത്തൊരു ടേം ഉണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, റിപ്പോർട്ടിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ. റിപ്പോർട്ടിംഗിൽ 2 എന്ന് നമുക്ക് പറയാം, കാരണം ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇയേഴ്സ് അപ്പുറം ഇപ്പുറം വരുന്നതാണ്. അപ്പോ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ മാത്രം. സെക്കൻഡ് മൊഡ്യൂള് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന് 1 ക്വസ്റ്റ്യൻ മാത്രം. അങ്ങനെ കുറെ സാധനങ്ങൾ എന്താണ് ഒരുപാട് ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ മറുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, വേറൊരു സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. അതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇതും കൂടെ നോക്കുക. 10th മൊഡ്യൂൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിസർച്ച് എന്തൊക്കെ ചോദിച്ചു. കമ്മ്യൂണിക്കേഷൻ റിസർച്ചിന് ക്ലസ്റ്റർ അനാലിസിസിനെ കുറിച്ച് ചോദിച്ചു. ആൻഡ് ഇവിടെയും ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയൊക്കെയാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, യൂണിറ്റ് 2 അവിടെയും നമുക്ക് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് വരുന്നുണ്ട്. ഡാനിയൽ ലേണറിന്റെയും വിൽബർ ശ്രാമിന്റെയും ഒക്കെ വർക്ക്സ് വരുന്നുണ്ട്. യൂണിറ്റ് 2 കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ദെൻ നമുക്ക് വരുന്നത് യൂണിറ്റ് 5 ആണ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ചിൽ വരുന്ന ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ ക്രോണോളജി നമ്മളോട് ചോദിച്ചു. അപ്പൊ ബുക്സ് ആൻഡ് ഓതേഴ്സിനെ പഠിച്ചാൽ പോരാ, അതിന്റെ ഇയേഴ്സും നമുക്ക് പഠിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രോണോളജി നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ റിസർച്ച് മെത്തഡോളജി, ടൈപ്പ് 1 ടൈപ്പ് 2 എറർ, ഇതൊക്കെ നമ്മൾ പേപ്പർ 1 പഠിക്കുന്നതാണ്, പേപ്പർ 2 പഠിക്കാനുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, SPSS പോലുള്ള സോഫ്റ്റ്വെയർസ് ക്വാളിറ്റേറ്റീവ് ആണ് ചോദിച്ചത്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിനുള്ള സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്. Then research in the process or steps of research and development of implementation of measurement tools, development or implementation of measurement tools. അപ്പം ബേസിക്കലി നമ്മളോട് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു റിസർച്ചിൽ നിന്ന്. എന്താ ചോദിക്കല്, സ്റ്റെപ്സ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക, സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്തവണ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ക്ലസ്റ്റർ അനാലിസിസ് ഒക്കെ ഓക്കെ, സിമ്പിൾ ആണ്. കൃത്യമായിട്ട് ടൈപ്പ് 1 ടൈപ്പ് 2 എറർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, റിസർച്ച് മെത്തഡോളജിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക. അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എപ്പോഴും നമുക്ക് മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല, പക്ഷെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ഭാഗങ്ങളും റിസർച്ചിൽ ഇമ്പോർട്ടന്റ് ആണ്. പ്രോസസ്സ് പഠിക്കുക, സാമ്പിളിംഗ് പ്രോസസ്സ് പഠിക്കുക, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
ഈ ഒരു മൊഡ്യൂളിൽ നമുക്കുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ജനറൽ നമ്മളോട് വേറെ കുറെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഏത് മൊഡ്യൂളിലാണെന്നുള്ളത് സ്പെസിഫിക്കലി പറയാൻ പറ്റാത്ത കൈൻഡ് ഓഫ്. ദെൻ ക്രൊണോളജി, അതുപോലെ തന്നെ ഒരുപാട് ഫൗണ്ടിങ് ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് പബ്ലിക്കേഷൻസിന്റെ ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻസ്, അതിന്റെ സ്ലോഗൻസ്, അതാണ് ഡൽഹി പോലീസ്, ONGC പോലുള്ള സംഭവങ്ങൾ. നമുക്കിപ്പം ഇപ്പൊ ഒരു മൊഡ്യൂളിലേക്ക് നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല, യാതൊരു വിധത്തിലും അത് അഡ്വർടൈസിംഗിൽ വരില്ല. അപ്പൊ നമുക്ക് എന്താണ് ഇൻ ജനറൽ ചോദിച്ചതാണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ആൻഡ് പ്രഫറൻസ്, ദെൻ ഫൈനലി നമുക്ക് എപ്പോഴുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സിലബസും ഈ ചോദിച്ച ഏരിയാസും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ലിറ്ററലി നമ്മുടെ സിലബസ് മാറിയിട്ടില്ല, പക്ഷെ ഒരുപാട് പുതിയ കൺസെപ്റ്റുകൾ സിലബസിലേക്ക് കയറി വരുന്നുണ്ട്. നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ട്, അല്ലെങ്കിൽ UGC NTA ചോദിക്കുന്ന ഏരിയാസ് വെച്ച് നമ്മളൊരു സിലബസ് ഉണ്ടാക്കി വെച്ച് അതിനെ ബേസ് ചെയ്ത് പഠിക്കുക. അതെങ്ങനെ ഉണ്ടാക്കും ചോദിച്ചു കഴിഞ്ഞാൽ, NTA അപ്ഡേറ്റ് ചെയ്യാത്തൊരു സിലബസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. ആ ഒരു സോഴ്സ് ഞാൻ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന്, എനിക്ക് മനസ്സിലായത് സിലബസിന് അപ്പുറത്തേക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ പുതുതായിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്തത്, ഇവര് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട, മുന്നേ ഫോക്കസ് ചെയ്യാത്ത, ഇനി ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. അതായത് മുന്നേ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നല്ല, തീരെ നോക്കിയിട്ടില്ല എന്നല്ല, നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് ബുക്സും അതിന്റെ ഓതേഴ്സും നോക്കുന്നല്ലാതെ ക്രൊണോളജി അറേഞ്ച് ചെയ്യാൻ മാത്രമുള്ളത് നോക്കുന്നുണ്ടായിരുന്നില്ല. അതിലേക്ക് ഞാൻ ഫോക്കസ് കൊടുക്കണം. ജേർണലിസം എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിന്റെ പ്രിഫറൻസ് ആരാണ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് കൺസെപ്റ്റുകൾ, എന്താണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്, ഫിനോമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലൊക്കെ എന്ത് കൺസെപ്റ്റ് ആണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും അതിന്റെ പ്രിഫറൻസും, ചിലപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ, അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസിന്റെ എറ, അതുപോലെ തന്നെ കാറ്റഗറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ ഇനി എന്ത് ചേഞ്ച് വരുത്തണം എന്നാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് കിട്ടിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം നിർബന്ധമില്ല, മൈക്ക് ഓൺ ചെയ്ത് പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആരും ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന അതേ ലെവലിൽ പഠിച്ചു പോയാൽ മതി എന്നാണോ? What kind of suggestion will you give me for the last minute preparation? ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി നമുക്ക് സിലബസ് കവർ ചെയ്യാനുള്ളൊരു ടൈമില്ല. അത് എനിക്കും നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്, അല്ലെ? അതായത് മൊഡ്യൂൾ 1 ഇതിൽ ഇന്ന ടോപ്പിക്സ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാം. ഐഫറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതില് നമുക്ക് എന്താ പറയാ, ഒരു 5-6 ടേമിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, ഒരു ദിവസം ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് പ്രാക്ടീസ് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ, അതിന്റെ കറക്റ്റ് ആൻസർ, അതിന്റെ എക്സ്പ്ലനേഷൻ, കൂടെ തന്നെ റോങ് ആൻസറിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ നോട്ട് ചെയ്യും. ഇത് നമ്മളൊരു റുട്ടീൻ ആക്കുകയും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലായിരിക്കണം. പ്രാക്ടീസ് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഈ രീതിയിൽ തന്നെ നോട്ട് ചെയ്യണം കേട്ടോ. അതായത് നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നു, സിസ്റ്റമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ ഇസ് നോൺ ആസ്, കുറച്ച് ഓപ്ഷൻസ് വന്നു, അതിൽ ഹെർമനോട്ടിക്സ് ഉണ്ട്, എത്തനോഗ്രാഫി ഉണ്ട്.
അപ്പൊ ഇതിൽ ഹെർമനൂട്ടിക്സ് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഹെർമനൂട്ടിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ സെക്കൻഡ് കാറ്റഗറി ആണ് ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാറ്റഗറി പോസിറ്റീവ്സ് ആണ് വരുന്നത്. ആ ഹെർമനൂട്ടിക്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. അറ്റ് ദ സെയിം ടൈം എന്താണ് ഇത്തനോഗ്രാഫി എന്നുള്ളതും ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇത് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യും. ചെറിയ ചെറിയ ഷോർട്ട് ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടുള്ള മാക്സിമം സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ വെബിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. ഓക്കെ, വെൽക്കം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓർ സെഷൻ എഫക്റ്റീവ് ആയിരുന്നോ? നിങ്ങളുടെ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായൊരു ഗുണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഗുണം ഉണ്ടായില്ലെങ്കിലും പറയട്ടോ. ഗുണം പറയാന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റത്തിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ? കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചല്ലോ, ഈ ലിമിറ്റഡ് ടൈമിൽ ഞാൻ എന്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിന്റിലൂടെ ചെയ്യുന്നത്. ഇതേ സംഗതി നമ്മൾ പേപ്പർ 1ലും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കണ്ടു നോക്കാം. അപ്പൊ ഒരു 2 പേപ്പറും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട്? I was confused for what should I focus on. Okay. ഓക്കെ. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ സമയം കൂടെ പഠിക്കാം അല്ലെ. അതിനു മുമ്പ് നമ്മുടെ പേപ്പർ 1ന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെക്കേഷൻ ബാച്ച് പൈഫറിൽ ഓൺഗോയിങ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള 5 AM JRF ക്ലബും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാച്ചിനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഗൂഗിൾ ഫോം തരുന്നുണ്ടാവും, അത് ഫില്ല് ചെയ്യാം. ഇനിയിപ്പം ഇ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഐഫറിന്റെ വെബ്സൈറ്റിൽ www.ifer.in കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാസ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മളുടെ ഈ 2024 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും യൂസ്ഫുൾ ആണ് നമ്മളുടെ ഇ ബുക്കുകൾ എന്ന് പറയുന്നത്. വിത്ത് ആൻസർ കീ ആണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. സോ വളരെ യൂസ്ഫുൾ ആണ്. സോ അറ്റൻഡ് ചെയ്തതിന് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ആസ് ഓൾവേസ് ഹാപ്പി ലേണിംഗ്. സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.